ബി.ജെ.പി. ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ 32 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഈ പറയുന്ന 32 കോടി രൂപ തിരിച്ചു പിടിക്കാൻ സഹകരണ വകുപ്പ് കൃത്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളെ പറ്റിച്ച് കബളിപ്പിച്ച് സ്വന്തമാക്കിയ ബി.ജെ.പി. നേതാക്കൾ പിടിച്ചു പറിച്ചെടുത്ത 32 കോടി രൂപ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് എൽ.ഡി.എഫ്. സർക്കാരിൻ്റെ സഹകരണ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് നഷ്ടമായ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പലിശ സഹിതം ഈടാക്കാനാണ് ശ്രമങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കുറ്റക്കാരായ അംഗങ്ങളിൽ നിന്ന് എത്ര രൂപ വീതം ഈടാക്കണമെന്ന് സഹകരണ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തിട്ടപ്പെടുത്തും. വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ നടപടികളിലേക്ക് പോകുക. ഭരണസമിതി അംഗങ്ങൾക്ക് ഉടൻ നോട്ടീസ് അയക്കും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഭരണസമിതി അംഗങ്ങൾക്ക് നഷ്ടമായ തുക തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ല എങ്കിൽ സഹകരണ നിയമപ്രകാരം സ്വത്തുക്കൾ കണ്ടുകെട്ടും. അതോടൊപ്പം തന്നെ സംഘത്തിൽ ലക്ഷങ്ങൾ വായ്പയായി വിതരണം ചെയ്തത് മതിയായ ജാമ്യവ്യവസ്ഥ പാലിക്കാതെയാണെന്നും അതോടൊപ്പം തന്നെ പലവിധ കാരണങ്ങളാൽ സംഘത്തിന് 32 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു എന്നുമാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത്. മുതിർന്ന ബി.ജെ.പി. നേതാക്കളെ വിശ്വസിച്ചാണ് പണം നിക്ഷേപിച്ചതെന്ന് നിക്ഷേപകരിൽ ഭൂരിഭാഗം പേരും കേസിലെ മൊഴി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ ബി.ജെ.പിയുടെ വക്താവുമായിരുന്ന എം.എസ്. കുമാർ സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. മണക്കാട്, ശാസ്തമംഗലം, അതുപോലെ തന്നെ കണ്ണമൂല എന്നിവിടങ്ങളിൽ ഈ പറയുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിന് ശാഖകളുണ്ട്. ബി.ജെ.പി. നേതാവായ സംഘം പ്രസിഡന്റിനെ ഒന്നാം പ്രതിയായിട്ടും അതുപോലെ തന്നെ സംഘം സെക്രട്ടറിയെ 2ാം പ്രതിയാക്കി മുൻ ഭരണസമിതിയിലെ 13 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 13 പേർക്കെതിരെയാണ് ഫലത്തിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 22-ാം തീയതി ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിരുന്നു. നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ് നിലവിലെ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള ഭരണകാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് തലസ്ഥാന നഗരിയിൽ 2ാമത്തേതാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇവരുടെ നേതൃത്വത്തിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പല കൃത്യമായ പാരിതോഷികങ്ങൾ പോലെ അതല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് യാതൊരുവിധ മതിയായ ജാമ്യ വ്യവസ്ഥയോ മറ്റു കാര്യങ്ങളോ നിബന്ധനകളോ പാലിക്കാതെ വലിയ തോതിൽ നിക്ഷേപം ശേഖരിച്ച ശേഷം അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിച്ച് കയ്യിലേക്ക് വരുത്തിയ ശേഷം ഇവർ തട്ടിയെടുക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു സ്കാമാണ് അവിടെ നടന്നിട്ടുള്ളത്. ബി.ജെ.പി. നേതാക്കളുടെ കൃത്യമായ അവർക്കെതിരെ ശക്തമായ നടപടികളുമായി പോകുന്ന സഹകരണ വകുപ്പിലാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതീക്ഷ. കൃത്യമായി പറഞ്ഞാൽ എൽ.ഡി.എഫ്. സർക്കാരിൻ്റെ സഹകരണ വകുപ്പ് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബി.ജെ.പിയിലെ ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ള സന്ദേശമാണ് ഇവിടെ ഉയർന്നു കാണുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നടക്കുന്ന കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.